മറ്റൊന്നും പറയാനില്ല. ബംഗളൂരുവിൽ അധികൃതർ ഒരുക്കിയ മരണക്കുരുക്കിലേക്കാണ് കൂട്ടമരണമുണ്ടായിരിക്കുന്നത്. IPL-ൽ ആദ്യമായി കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് സർക്കാരും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണ പരിപാടിയിലെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. പരിക്കേറ്റ് നിരവധി പേർ ചികിത്സയിലാണ്. ഇത് വിളിച്ചു വരുത്തിയ ദുരന്തമാണ്. വലിയ തിരക്കുണ്ടാകുമെന്നും പരിപാടി ഒഴിവാക്കണമെന്നുള്ള പോലീസിന്റെ മുന്നറിയിപ്പുകൾ KSCA ഉൾപ്പെടെ അവഗണിച്ചു. സുരക്ഷാ സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ KSCAയുടെ ഗ്രൂപ്പുകളിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നെങ്കിലും ചെവിക്കൊണ്ടില്ല. അവിശ്വസനീയമായ കാര്യം, ഇത്രയേറെ ആളുകളുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിനു ശേഷവും സ്റ്റേഡിയത്തിലെ ആഘോഷങ്ങൾ നിർത്തിവെക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നതാണ്. വിരാട് കോഹ്ലിയും ക്യാപ്റ്റൻ രജത് പാട്ടിദാറും ഉൾപ്പെടെ ടീം ഒന്നടങ്കം സ്റ്റേഡിയത്തിലെത്തുകയും പ്രകടനം നടത്തുകയും ചെയ്തു. ചൊവ്വാഴ്ച രാത്രിയിൽ അഹമ്മദാബാദിൽ നടന്ന IPL 2020 ഫൈനലിലാണ് പഞ്ചാബ് കിങ്സിനെ വീഴ്ത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കിരീടം നേടിയത്. അഹമ്മദാബാദിൽ നിന്ന് എത്തുന്ന RCB ടീമിനെ അവരുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് സ്വീകരണം ഒരുക്കിയിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ സ്റ്റേഡിയത്തിലും പരിസരത്തും തിരക്കായി. തുറന്ന ബസ്സിൽ താരങ്ങളെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എത്തിക്കാനായിരുന്നു ആലോചന. ആദ്യം വിധാൻ സൗദയിലെത്തിയ RCB താരങ്ങൾ IPL ട്രോഫിയുമായി മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ കണ്ടു. അപ്പോഴേക്കും സ്റ്റേഡിയത്തിലും പരിസരത്തും നിയന്ത്രിക്കാനാവാത്ത തിരക്കാണെന്ന് റിപ്പോർട്ടുകൾ വന്നു. ഇതോടെ സ്റ്റേഡിയത്തിലേക്ക് തുറന്ന ബസ്സിൽ നടത്താനിരുന്ന പരേഡ് ഒഴിവാക്കി. അതിനിടെ സ്റ്റേഡിയത്തിനകത്തും പുറത്തും നിയന്ത്രിക്കാനാവാത്ത വിധം ജനക്കൂട്ടം എത്തുകയും തിക്കിലും തിരക്കിലും ആളുകൾ വീഴുകയും വീണവർക്ക് മുകളിലൂടെ പ്രാണരക്ഷാർത്ഥം മറ്റുള്ളവർ കയറിയിറങ്ങുകയും ചെയ്തു. സ്റ്റേഡിയത്തിന്റെ മതിൽക്കെട്ടിലും പരിസരത്തെ മരങ്ങളിലുമെല്ലാം ആളുകൾ കയറിക്കൂടി. അതിനിടെ കൂട്ടമരണത്തിന്റെ വാർത്ത പുറത്തു വന്നെങ്കിലും 6 മണിയോടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ താരങ്ങൾ അണിനിരന്നു. ക്യാപ്റ്റൻ രജത് പാട്ടിദാറും വിരാട് കോഹ്ലിയും ആരാധകരെ അഭിവാദ്യം ചെയ്യുകയും സ്റ്റേഡിയത്തെ വലം വയ്ക്കുകയും ചെയ്തു. സ്പോർട്സ്മാൻ സ്പിരിറ്റോ വകതിരിവില്ലായ്മയോ? പുറത്ത് ആംബുലൻസുകൾ മൃതദേഹങ്ങളുമായി കുതിച്ചു പായവേ സ്റ്റേഡിയത്തിനുള്ളിൽ വിജയാഘോഷം നടത്തിയത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിപ്പോയി. പുറത്തു നടന്ന ദുരന്തം അകത്തുണ്ടായിരുന്ന സംഘാടകർ അറിഞ്ഞില്ലെന്നാണ് IPL ചെയർമാൻ അരുൺ ധുമാൽ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത്. ആരാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് തങ്ങൾക്കറിയില്ല. സ്ഥിതി മനസ്സിലാക്കിയപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് മാനേജ്മെന്റുമായി സംസാരിക്കുകയും അവർ ചടങ്ങ് വേഗം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു അത്രേ. IPL-ലുമായി ബന്ധപ്പെട്ട BCCIയുടെ എല്ലാ പരിപാടികളും ചൊവ്വാഴ്ചയോടെ അവസാനിച്ചതിനാൽ തുടർന്നുള്ള പരിപാടികൾ ഫ്രാഞ്ചൈസികളുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് കൈയൊഴിയുകയും ചെയ്തു. ഭ്രാന്തോളമെത്തിയ ക്രിക്കറ്റ് ആവേശത്തെ മുതലാക്കുന്ന കളിക്കാരും സംഘാടകരും ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലേക്ക് കോടികൾ എത്തിയപ്പോൾ ആരാധകരുടെ വീട്ടിലെത്തിയത് ചലനമറ്റ ശരീരങ്ങൾ. കർണാടക സർക്കാരിനും ക്രിക്കറ്റ് അസോസിയേഷനും IPL ഭാരവാഹികൾക്കും ക്രിക്കറ്റ് ടീമിന് പോലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ല. 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ ടീം വിജയിച്ചത് ബംഗളൂരുവിലെ കായിക പ്രേമികൾക്ക് എത്ര ആവേശകരമായിരിക്കുമെന്നും തൊട്ടു പിന്നാലെ നാട്ടിലെത്തുന്ന ടീമിനെ കാണാൻ ജനം ഇടിച്ചിറങ്ങുമെന്നുമുള്ള സാമാന്യ ബോധം വേണ്ട. സ്ഥിതി അപകടകരമാണെന്ന പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചത് ന്യായീകരിക്കാനാവുന്നതല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്ക് തിരിച്ചവർ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പിടഞ്ഞു മരിച്ച സംഭവത്തിൽ നിന്ന് ആരും ഒന്നും പഠിച്ചില്ല. കാരണം ഇതൊന്നും അധികാര സ്ഥാനങ്ങളിലുള്ളവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ല. ഔദ്യോഗിക കണക്കനുസരിച്ച് അന്ന് 18 പേരാണ് മരിച്ചത്. കോടിക്കണക്കിന് തീർത്ഥാടകരെത്തുമെന്ന് UP സർക്കാർ തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്ന കുംഭമേളയുടെ മാസങ്ങൾ നീണ്ടുനിന്ന ഒരുക്കങ്ങൾക്ക് ശേഷവും റെയിൽവേ സ്റ്റേഷനുകളിലെയും റോഡുകളിലെയും തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രയാഗ്രാജിലാണെങ്കിലും ബംഗളൂരുവിലാണെങ്കിലും മനുഷ്യരെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന കെടുകാര്യസ്ഥിതിക്ക് അറുതി വരുത്തണം. അതിനാദ്യം ചെയ്യേണ്ടത് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയാണ്. അറിഞ്ഞില്ലെന്നും പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചും ഒരാളും രക്ഷപ്പെടരുത്. ഇതൊക്കെ അറിയാനാണ് ഇവരെയൊക്കെ ഓരോ സ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ളത്.